നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ അംഗം ആരംഭിക്കുകയാണ്. ഇന്ന് നിലമ്പൂരിന്റെ നഗരഹൃദയത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് നിലമ്പൂരെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നത്. നിലമ്പൂർ പ്രസിദ്ധമായത് നമുക്കറിയാം, തേക്കിൻ കൂപ്പുകളാണ് നിലമ്പൂരിന്റെ ഒരു ഐഡന്റിറ്റി. അതുതന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നഗരവീതിയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ എത്തുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് കനോലിസ് പ്ലോട്ടിലാണ്. ഏറ്റവും മനോഹരമായ, ഒരുപക്ഷെ രാത്രിയുടെ ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് ഒഴിച്ചു നിർത്തിയാൽ പകൽ സമയങ്ങളിലൊക്കെ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് ഇടം കൂടിയാണ് നിലമ്പൂർ കാണാനെത്തുന്ന തെക്കിൻ മ്യൂസിയവും മറ്റും കാണാനെത്തുന്നവരെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ഇടമാണ്. ഈ ഇടത്തു നിന്നും നിലമ്പൂരിന്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഏറ്റവും സുപ്രധാനമായ നിലമ്പൂരിന്റെ രാഷ്ട്രീയം കൊട്ടിക്കലാശിക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. നാളെ ഇനി ഒരു പകൽ ദിനം മാത്രമാണ് നിലമ്പൂര് പരസ്യ പ്രചരണം ഉണ്ടാവുക. അതിനുശേഷം ഒരു ദിവസം നിശബ്ദ പ്രചരണം, തൊട്ടടുത്ത ദിവസം പോളിംഗ് ബൂത്തിലേക്ക്. അങ്ങനെ നിലമ്പൂരെ ജനങ്ങൾ ജനവിധി എഴുതുകയാണ്. നമുക്ക് പരിശോധിക്കേണ്ട വിഷയങ്ങൾ നിരവധിയുണ്ട്. കാരണം വോട്ടർമാരെ സ്വാധീനിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിവിട്ട വിവാദങ്ങളോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു, അങ്ങനെ നിരവധി ചോദ്യങ്ങളും നമുക്ക് മുന്നിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ വിശദമായി തന്നെ കടക്കുകയാണ്. പതിവ് പോലെ എനിക്കൊപ്പം വി അരുണുണ്ട്, ഒപ്പം തന്നെ CV അനുമോദുമുണ്ട്. ഞങ്ങൾ ഇന്ന് നിലമ്പൂരിന്റെ രാഷ്ട്രീയം പരിശോധിക്കുകയാണ്. പൊതുവിൽ ജനമനസ് ആർക്കൊപ്പമെന്ന വിശദമായ പരിശോധന കൂടി ഉണ്ടാവുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അറിയിപ്പ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് മാധ്യമങ്ങളെ കാണും. അല്പസമയത്തുള്ള അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഇടതു ക്യാമ്പിന്റെ തയ്യാറെടുപ്പ്, അവരുടെ നീക്കം എന്നതുകൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അരുണ്, വേഗത്തിൽ അക്കാര്യം ഒന്ന് പറഞ്ഞു പോവേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തിനാണ് സ്വരാജ് ഇപ്പോൾ മീഡിയയെ കാണാൻ പോകുന്നത്? വാർത്താ സമ്മേളനം 8:30-ക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കൃത്യമായ കാരണം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. മൊത്തത്തിലുള്ള കാര്യങ്ങൾ, പ്രചരണം അവസാനിക്കാൻ പോകുന്നതിന്റെ കാര്യങ്ങൾ പറയാനെന്നാണ് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? കാരണം സ്വരാജ് ഈ രാത്രി അങ്ങനെ മാധ്യമങ്ങളെ കാണുന്ന പതിവില്ല. രാവിലെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മാധ്യമങ്ങൾ കാണുന്നത്. പിന്നീട് ഈ പ്രചരണത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരാറുമുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക വിഷയമുണ്ടോ എന്ന കാര്യം അറിയേണ്ടിയിരിക്കുന്നു. അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. 8:30-ക്കാണ് M സ്വരാജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. അദ്ദേഹം നേരത്തെ CPM-ന്റെ കുടുംബ യോഗങ്ങൾ, LDF-ന്റെ കുടുംബ സദസ്സുകളിൽ പങ്കെടുത്ത് MAVP-ക്കൊപ്പം പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം മറ്റു പ്രചരണ തിരക്കുകളിലേക്ക് പോയത്. അതിനുശേഷം 8:30യോടുകൂടി അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും നമുക്കിതിനിടയിൽ സ്വരാജ് എന്തിനാണ് മാധ്യമങ്ങളെ കണ്ട് എന്ത് കാര്യമാണ് പറയുന്നത് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഒപ്പം നിലമ്പൂർ കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയവും അതിന്റെ സാഹചര്യം കൂടി ഏറ്റവും പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ എന്നതാണ്. മാറിമറിയുന്ന പ്രചരണ വിഷയങ്ങളാണ്. അനുമോദ്, നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ വന്യജീവി വിഷയമായിരിക്കും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുക എന്ന് എല്ലാവരും കരുതി. മാധ്യമങ്ങളുടെയും പൊതു നിഗമനവും അങ്ങനെയാണ്. പക്ഷേ സംഭവിച്ചത് അതൊന്നുമല്ല. പക്ഷേ ഇന്ന് വീണ്ടും വന്യജീവി വിഷയങ്ങളിലേക്ക് വിഷയം വഴിമാറി വന്നിട്ടുണ്ട്. ഈ ജനങ്ങളെ സ്വാധീനിക്കുക, ഈ നിലമ്പൂരെ വോട്ടർമാരെ അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിലമ്പൂരെ വോട്ടർമാരെ സ്വാധീനിക്കുക ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ഇവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമായിരിക്കുമോ, അതോ ഈ വിവാദങ്ങൾക്കൊക്കെ ജനത്തെ സ്വാധീനിക്കാനുള്ള ശേഷി ഉണ്ടാകുമോ? പ്രധാനമായിട്ടും നിലമ്പൂരിലെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്ന് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിലമ്പൂരിലെ ഭൂരിഭാഗം വോട്ടർമാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ വന്യജീവി ശല്യം അനുഭവിക്കുന്നവരാണ്, നേരിട്ട് ഏറ്റുവാങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമതായിട്ട് പെൻഷൻ വിവാദത്തിൽ ഉയർന്ന കാര്യങ്ങൾ. കാരണം ഇതൊരു സാധാരണക്കാരുടെ മേഖലയായതുകൊണ്ട് തന്നെ പെൻഷന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവരെ സ്വാധീനിക്കാനും ഈ ഒരു വിവാദത്തിന് കഴിഞ്ഞേക്കും. അതിനപ്പുറമുള്ള രാഷ്ട്രീയം, അത് ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നു എന്നുള്ളത് കണ്ടു തന്നെയാണ്. പക്ഷേ ഈ രണ്ട് വിഷയങ്ങളും നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്നതായതുകൊണ്ട് അതിന് കൃത്യമായ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്യും. ശരി, എന്തായാലും ആ തരത്തിൽ ഉണ്ടാവുന്നതിനെ കരുതാം. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് വിശദമായി വരാം. അതിനു മുമ്പ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത മുഖ്യ വിഷയം ജമാഅത്തെ ഇസ്ലാമി വിവാദമാണ്. അതിന് CPM ഉന്നയിക്കുന്ന ആരോപണത്തിന് കോൺഗ്രസും UDF-ഉം നൽകുന്ന മറുപടിയാണ്. ഈ വിവാദ വിഷയങ്ങളിൽ പുതിയതായി കോൺഗ്രസ് ഉയർത്തിവിട്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗം. എന്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി മറുപടി പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഇന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവർ ചോദിച്ചതാണ്. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മലപ്പുറം പ്രസ്താവനയിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിശദീകരണത്തിന് തയ്യാറായില്ല എന്ന കാര്യം എന്തുകൊണ്ടാണ് അരുൺ ഇടതുമുന്നണി അത് ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടോ? മലപ്പുറം വിഷയം ആദ്യഘട്ടം മുതൽ ഇടതുമുന്നണിക്കെതിരെ UDF ഉപയോഗിച്ചതാണ്. അതിന് പ്രതിരോധം എന്ന് പറയുന്നത് മലപ്പുറം രൂപീകരണമാണ്, മലപ്പുറം ജില്ലാ രൂപീകരണ ചരിത്രമാണ്. അന്ന് അതിനെതിരെ നടന്ന സമരങ്ങളാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അതൊരു കുട്ടി പാകിസ്ഥാനായി മാറുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് എന്നാണ് CPM ആരോപിക്കുന്നത്. അന്ന് വഴിക്കടവിൽ നിന്ന് ജാഥ തുടങ്ങിയത് ഇന്നത്തെ
UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദാണ്. ആര്യാടൻ മുഹമ്മദിന്റെ പേര് പറഞ്ഞു തന്നെയാണ് ഇന്ന് അതിനുള്ള മറുപടി. CPM ആദ്യഘട്ടമൊക്കെ മറുപടി പറഞ്ഞു പോയതാണ്. പക്ഷേ ഇന്നലെ വീണ്ടും പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നുന്നു വീണ്ടും ഈ വിഷയം ഉന്നയിക്കുകയും ഇന്ന് അതിന് MV ഗോവിന്ദൻ മറുപടി പറയുകയും ചെയ്തു. അത് UDF തിരിഞ്ഞു കൊടുക്കുന്ന ഒന്നാണ്. മലപ്പുറം വിഷയം ചർച്ച ചെയ്യാൻ എന്നും ആ വിവാദ ചർച്ച എന്നും CPM തയ്യാറാണെന്നാണ് നേതാക്കൾ പറയുന്നത്. അത് UDF തിരിഞ്ഞുകൊത്തുമെന്ന് അവർ പറയുന്നു. ഏതായാലും ഇന്നും ആര്യാടൻ മുഹമ്മദിനെയും കോൺഗ്രസിന്റെ അന്നത്തെ നിലപാടിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് MAVBയുടെ വൈകിട്ട് കുടുംബസദസ്സിലെ ഒരു പ്രസംഗം കൂടി ഉണ്ടായിരുന്നു. ഈ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് EMS എടുത്ത ഇനിഷ്യേറ്റീവ്, മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളോട് എടുത്തിട്ടുള്ള നിലപാടുകൾ, പ്രത്യേകിച്ചും EMSന്റെ പേരിൽ പള്ളിയുണ്ട് അല്ലെ അനുമോദ, മലപ്പുറത്ത് EMS പള്ളി തന്നെയുണ്ട്. അതിന്റെ ചരിത്രമൊക്കെ MAV പറയുന്നുണ്ട്. അതായത് EMS മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വഴിക്ക് അവിടുത്തെ നാട്ടുകാർ അതെ, അതിന് വേറൊരു ചരിത്രമുണ്ട്. നമ്മളത് മുമ്പ് ചെയ്തൊരു വാർത്തയാണ്. പുലാമന്തോളിലാണ്, എന്റെ നാട്ടിലാണ് അതുള്ളത്. ശരിക്കും അത് EMSന്റെ പള്ളി എന്നറിയപ്പെടുന്നത് EMSന്റെ ഭരണകാലത്ത് അതിന്റെ റിനോവേഷൻ കഴിഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നുണ്ട്. കോൺഗ്രസ്സുകാർ വിഷയത്തിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്തയും വന്നിട്ടുണ്ട്. അത് രണ്ടു തരത്തിലും പറയുന്നത് ഇതാണ്. EMS മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാർ കണ്ടിങ്ങനെ ഒരു ശരിക്കും അതിനെ ചൊല്ലി പറയുന്നത് അത് നെഹ്റുവിന്റെ കാലത്ത് വന്ന തീരുമാനമായിരുന്നു. പക്ഷെ അത് നടപ്പാക്കിയത് EMS ആണ് എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു വാദം. EMSന്റെ പേരാണ് പള്ളി അറിയപ്പെടുന്നത്. അല്ല, അങ്ങനെ അത് ആ നാട്ടിൽ അങ്ങനെ അറിയപ്പെടുന്നില്ല. അതാണ് മലപ്പുറം വിവാദം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുമ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണ ചരിത്രം ഓർപ്പിച്ചുകൊണ്ടാണ് CPM ഇതിന് മറുപടി നൽകുന്നത്. ഒപ്പം ജമാഅത്തെ ഇസ്ലാമി ബന്ധ ആരോപണത്തിന് UDF CPMനെതിരെ കരുതി വച്ചേക്കുന്നതും ഈ മലപ്പുറം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ്. നാളെ ഇനി എന്ത് സംഭവിക്കുന്നതും പ്രസക്തമാണ്. എന്തായാലും ഇന്നത്തെ ഒരു പകൽ ദിനം ഈ വിഷയത്തിൽ നേതാക്കൾ കൊണ്ടും കൊടുത്തുമുള്ള രാഷ്ട്രീയ പ്രസ്താവനകളുമായിട്ടാണ് മുന്നോട്ട് പോയത്. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്. തുടർച്ചയായ 7ാമത്തെ ദിവസവും UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യ ആയുധം. ഇന്നലെ പൊതുയോഗത്തിൽ സംസാരിച്ച പ്രിയങ്ക ഗാന്ധി ജമാഅത്തെ വിഷയത്തിൽ മൗനം പാലിച്ചത് CPM ഉയർത്തിക്കാട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിന്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് പറയാൻ പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. UDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിരായുധരായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒപ്പിച്ച് പോവുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമുമായി ചേരുന്ന നിലപാട് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ്. UDF കരുതി വച്ചിരിക്കുന്ന മറുപടി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയാണ്. അവസാന ലാപ്പിൽ CPMനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഇത് ഉപയോഗിക്കുന്നു. നിലമ്പൂരിലെ രാഷ്ട്രീയ വേദികളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് ആവശ്യം. ആ നാടുകളിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു, ഇത് മലപ്പുറത്തേക്കുള്ള അദ്ദേഹം കാണിച്ച വഞ്ചനയാണ്, അതിന് അദ്ദേഹം മാപ്പ് പറയും. When they are supporting LDF, then there is no problem. When they are supporting Congress or UDF, then there is a problem. I don't agree in this point. Every party has a right to support, and here they have given support. What is wrong? ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായി നിലമ്പൂരിൽ UDF ഈ ചർച്ച ഉയർത്തിവിടുന്നതിന്റെ പ്രതിസന്ധി CPM മനസ്സിലാക്കുന്നു. മലപ്പുറം ജില്ലയുടെ രൂപീകരണ ചരിത്രം അടക്കം ഓർമ്മിപ്പിച്ചാണ് CPMന്റെ മറുപടി. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാവുമെന്ന് പറഞ്ഞവരാ കോൺഗ്രസ്. മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി വഴിക്കടവെന്ന് സത്യാഗ്രഹം ആരംഭിക്കുകയും അവിടുന്ന് പ്രകടനം ആരംഭിച്ച് കോഴിക്കോടേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പിതാവ്. പരസ്യപ്രചരണത്തിന് നാളെ തിരശീല വീഴാനിരിക്കെ വിഷയങ്ങൾ മാറി മാറി പ്രയോഗിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. PV അൻവർ അവസാന ദിവസങ്ങളിൽ നടത്തുന്ന വമ്പൻ പ്രചരണം വോട്ട് ചോർച്ച ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഇരുമുന്നണികൾക്കുമുണ്ട്. ന്യൂസ് 18 നിലമ്പൂർ. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യസ്തമായ പ്രചരണ വിഷയങ്ങളുടെ തെരഞ്ഞെടുപ്പ് അതൊരു ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. കാരണം രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ മാറി മാറി പ്രയോഗിക്കും. ഒരു പക്ഷേ ജനത്തിന്റെ പൾസ് അവർ മനസ്സിലാക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് തന്നെയാണോ ജനത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും മലപ്പുറം എന്ന വൈകാരിക വിഷയത്തെ ചെറുക്കാൻ ആ മലപ്പുറം ജില്ലാ രൂപീകരണം ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് ഇതിന്റെ പിറവി, ഞങ്ങളാണ് ഇതിന്റെ സൃഷ്ടാവ് എന്ന് ഇടതുമുന്നണി മറുവാദം ഉന്നയിക്കുന്നു. അതേസമയം മറ്റൊരു തരത്തിൽ അതിനെ കടന്നാക്രമിക്കാൻ UDF വരുന്നത്. അങ്ങനെ വളരെ കൗതുകമാണ് ഈ രാഷ്ട്രീയത്തിന്റെ പോക്ക്. അനുമോദ, ഈ മലപ്പുറം എന്ന ഒരു വൈകാരിക വിഷയം അവസാന ഘട്ടം ഇവരുടെ മുന്നണികളുടെ അജണ്ടയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ജനത്തെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി മാറില്ലേ? ഞാനങ്ങനെ കരുതുന്നില്ല. ഈ വിഷയം ചർച്ച ചെയ്ത് എന്നെ അവസാനിപ്പിച്ച ഒന്നാണ്. ഇതിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം അന്ന്
വിവാദങ്ങളുണ്ടെങ്കിലും അന്ന് ഒരുവിധം സ്വീകാര്യമായ ഒന്നാണ്. പക്ഷേ വീണ്ടും അത് കെ.സി. വേണുഗോപാൽ അത് ഉന്നയിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അന്ന് PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ UDF വലിയ പ്രതിസന്ധി നൽകിയിരുന്നു. കൺവെൻഷന്റെ ആദ്യ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണിത്. സ്വാഭാവികമായിട്ടും UDF ആദ്യം പ്രചരണം തുടങ്ങാൻ സാധിച്ചെങ്കിലും വലിയ സമ്മർദ്ദത്തിലായിരുന്നു. സ്വരാജ് ഇവിടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞ് ഒരു റൗണ്ട് എത്തുന്ന സാഹചര്യം വരെ എത്തി. അപ്പോഴാണ് ഈ ഏത് അജണ്ട എടുക്കണമെന്നറിയാതെ UDF ഉണർന്ന ഒരു സാഹചര്യത്തിലാണ് കെ.സി. വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മലപ്പുറം വിവാദം വീണ്ടും അദ്ദേഹത്തിന്റെ കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതും അത് മറ്റുള്ളവർ ഏറ്റെടുക്കും. പക്ഷേ നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പലയിടത്ത് പോകുമ്പോൾ ഈ മലപ്പുറം വിവാദം ആളുകളെ സ്പർശിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ആളുകൾ പറയുന്നത് മലയോര മേഖല പ്രശ്നങ്ങളുണ്ട്, അത്തരം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സർക്കാരിനെതിരായുള്ള വികാരം ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ അതിന് ഈ മലപ്പുറം പരാമർശം ഒരു കാരണമാകുമെന്ന് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനാണ്. അവരുടെ നമ്മൾ അടുത്തിടെ ഒരുപക്ഷെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ബൈ ഇലക്ഷനുകളിൽ പാലക്കാട് ഉദാഹരിക്കാം, തൃക്കാക്കര ഉദാഹരണമായി പറയാം. ഈ രണ്ടിടത്തും ഒരുപക്ഷെ ആ പ്രദേശത്തിന്റെ വൈകാരിക സ്വഭാവത്തിനൊപ്പം സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്ന ഇടമാണ്. തൃക്കാക്കര പൂർണ്ണമായും ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലമായിരുന്നു. അവിടെ ഈ സംസ്ഥാനത്തെ എല്ലാ വിവാദങ്ങളും കടന്നു വരും. പക്ഷേ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ എത്തുമ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്താ? ഈ നഗരവും ഇതിന്റെ ചുറ്റുപാടും കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു പ്രാദേശിക മുഖമാണ്. വനാതിർത്തികളാണ് ചുറ്റിനുമുള്ളത് തന്നെ. അത് സ്വാഭാവികമായിട്ടും ഊഹിക്കാം, അതിന്റെ ഇതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഈ നേതാക്കൾ വന്നിങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളും മലപ്പുറവും വൈകാരിക തലങ്ങളും ഒക്കെ ആണോ, അത് അത്ര കണ്ട് എത്തിയിട്ടുണ്ടോ? ബേസ് ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു വികാരം ഉണ്ടോ? ഒരുപക്ഷെ അങ്ങനെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ബന്ധമോ അല്ലെങ്കിൽ മറ്റേ സർക്കാരിനെതിരായ വികാരമോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തന വിലയിരുത്തലോ ഒക്കെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്ന സംശയമുണ്ട്. കാരണം നമ്മൾ ആ വാർത്തയിലേക്ക് വരുമെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു വനമേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ജനങ്ങളുടെ യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം അത് തന്നെയാണ്, വനമേഖല പ്രശ്നം തന്നെയാണ്. നമുക്ക് ഭയം ശരിക്കും നമ്മൾ പലയിടത്തും തിരുവനന്തപുരത്തായാലും മറ്റ് പലയിടങ്ങളിലായും വനമേഖലയുള്ള മണ്ഡലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്, സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് പാലോളോ അല്ലെങ്കിൽ അത്തരം നെടുമങ്ങാട് പ്രദേശമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ശരിക്കും നിലമ്പൂർ ശരിക്കും ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് PV അൻവർ ഈ വനമേഖലയിലെ വിഷയങ്ങൾ ഇത്രയധികം ഉയർത്തിയെന്ന് വളരെ സിമ്പിളാണ്. കാരണം അത്രയധികം വനമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കനൂരി സ്പോട്ട് തന്നെ. ഇന്നലെ നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ലക്കി കണ്ടത് ഒരു കാട്ടുപന്നി നമ്മൾ ചായ കുടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് ചാടിക്കയറി പോകുന്ന വഴിയാണ്. ആന ഇറങ്ങുന്ന വഴിയാണ്. അത് എപ്പോഴും എവിടെയും വന്യമൃഗങ്ങൾ വരാവുന്ന അത്രയധികം. ഞാൻ പലപ്പോഴും നമ്മൾ തമാശയ്ക്ക് പറയാം, ഇത് വനത്തിനുള്ളിൽ വനം മാറ്റി ഒരു നഗരം ഉണ്ടാക്കിയിരിക്കുന്നു, പട്ടണം ഉണ്ടാക്കിയിരിക്കുന്നു. വനത്തിലേക്ക് ജനങ്ങൾ അതിക്രമിച്ചതാണ് നമുക്ക് പറയാം. നമ്മുടെ ഇവിടുത്തെ ആളുകൾ വികാരപരമായി വളരെ വ്യക്തീകരിക്കും. പക്ഷെ എന്നാൽ പോലും സത്യം അതാണ്, അത്രയധികം വനം തന്നെയാണ് ഈ നിലമ്പൂർ മണ്ഡലം മൊത്തത്തിൽ. അതാണ് ഈ വൈകാരിക വിഷയങ്ങൾ എന്നപ്പം ജനം അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് തന്നെ വോട്ട് കുത്താനെത്തുമ്പോൾ അവർ ഒതുങ്ങുമോ എന്ന ചോദ്യമാണ്. പ്രേക്ഷകരെ അറിയിക്കാം, ഈ റോഡ് അങ്ങോട്ട് പോയാൽ അത് ഗൂഡല്ലൂര്, പിന്നെയുള്ളത് ഊട്ടിയാണ്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് യെസ് അതാണ്. അപ്പം ഇതൊരു പ്രധാന പാതയാണ്. ഇത് മാത്രമല്ല ഇരുവശങ്ങളിലും ഫോറസ്റ്റിന്റെ ഇടമാണ്. അതിന്റെ ഇടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആനത്താരയൊക്കെ കടന്നു പോകുന്ന ഇടമാണ്. സ്വാഭാവികമായും നഗരത്തിൽ നിന്നും ചുരുങ്ങിയ കിലോമീറ്ററുകൾ മാത്രമാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഊഹിക്കുക അത്ര അധികം സങ്കീർണമായ ഒരു പരിസ്ഥിതി, ഒരു ഭൂപ്രകൃതിയുള്ള ഇടമാണ് എന്ന് തന്നെയാണ്. നമ്മൾ പറഞ്ഞു വന്ന എന്തായാലും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഇടത്തെക്കുറിച്ചാണ്. അവിടെ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളിത് സംസാരിക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് തിരുവനന്തപുരത്ത് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു റിലീസ് ഇറങ്ങി. അതായത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20 മുതൽ കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തും അതിനുശേഷമുള്ള 9 വർഷത്തെ 1-2 പിണറായി സർക്കാരുകാരും എത്ര പണം ചെലവഴിച്ചു എന്ന കണക്ക് കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ പൊതുവിലൊരു കണക്കതരമെന്ന് തോന്നാമെങ്കിലും അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് ചെന്ന് നിൽക്കുന്നത് നിലമ്പൂരിലേക്കാണ് എന്ന ഒരു പ്രത്യേകതയും ഉണ്ട് എന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലമ്പൂരിലേക്ക് ക്ഷേമ പെൻഷൻ അതുകൊണ്ട് തന്നെ ബോധപൂർവമായി കടന്നു വരുന്നുണ്ട് അല്ലെ? എങ്ങനെയല്ലേ? ക്ഷേമ പെൻഷൻ എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരെ, കർഷകരെ സംബന്ധിച്ചും അല്ലെങ്കിൽ സാധാരണ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്രയമാകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നിലമ്പൂർ കാർഷിക മേഖലയാണ്. വലിയ വ്യവസായികളൊന്നുമുള്ള സ്ഥലങ്ങളല്ല, സർക്കാർ ജീവനക്കാർ അധികമുള്ള സ്ഥലങ്ങളല്ല. കൂലിപ്പണിക്കാരും അങ്ങനെയുള്ള വനത്തിൽ പോകുന്നവരൊക്കെ നിൽക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസം തന്നെയാണ്. ആ ഒരു വിഷയം വളരെ വൈകാരികമായിട്ട് ആളുകൾ എടുക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ LDF ഇതിനെ ഈ ചട്ടലംഘനം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും മുഖ്യമന്ത്രി ഇന്നലെ പറയാവുന്നൊരു കാരണവും അത് കൃത്യമായി എത്തേണ്ടിടത്ത് എത്തും എന്നുള്ളതുകൊണ്ടാണ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അത് അതിനെതിരെയാകും എന്നുള്ള രീതിയിലായിരിക്കും. യെസ്, ഇന്നത്തെ ദിവസം ഈ ക്ഷേമ പെൻഷൻ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ്. നേരത്തെ പറഞ്ഞ കാര്യമായി അങ്ങ് എടുക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ ചട്ടലംഘന ആരോപണം പ്രതിപക്ഷ UDF കൺവീനർ
ചെറുതായെങ്കിലും ഒന്ന് പരാമർശിച്ചു പോയിട്ടുണ്ട് ഇന്ന് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം എന്തിനു കൊടുക്കുന്നു എന്ന മറു ചോദ്യം ഉയർത്ത് ഇതിനെ പ്രതിരോധിക്കാൻ UDF ക്യാമ്പിൽ നിന്നും ഇന്ന് ശ്രമമുണ്ടായി. നമുക്ക് വേഗത്തിൽ നേതാക്കൾ ഇന്ന് ക്ഷേമ പെൻഷൻ വിഷയം എങ്ങനെ നിലമ്പൂരിൽ കൈകാര്യം ചെയ്തു ഒന്ന് കാണാം. നിലമ്പൂരിലെ പ്രചാരണത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വലിയ വിവാദമായതാണ്. പെൻഷൻ വാങ്ങുന്നവരെ കോൺഗ്രസ് അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് CPM ഇത് വലിയ പ്രചാരണ വിഷയമായി ഏറ്റെടുത്തു. അവസാന ലാപ്പിലും ക്ഷേമ പെൻഷൻ മുഖ്യ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പൊതുയോഗത്തിലാണ് ക്ഷേമ പെൻഷൻ ഇനിയും കൂട്ടുമെന്ന സൂചന നൽകിയത്. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് UDF രംഗത്തെത്തി. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ്. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പെൻഷൻ നൽകുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും ഇത് ആവർത്തിച്ചു. ഇതിന് CPM നൽകുന്ന മറുപടി ഇങ്ങനെ: പെൻഷൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ? പെൻഷൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണോ കൊടുക്കുന്നത്? ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയല്ലേ ചെയ്യും. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്, കേസെടുക്കാൻ നിയമവുമില്ല. പക്ഷെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കുന്നതാണ് എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത്. അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസ് ആരോപണം ശക്തിയായി വീണ്ടും ഉന്നയിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന CPM-ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മറുപടി ഇങ്ങനെ: തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവേണ്ട വിഷയമാണ് പാവപ്പെട്ടവരുടെ പെൻഷൻ. അർഹതപ്പെട്ടവർക്ക് സമയാസമയങ്ങളിൽ കിട്ടുന്നതിന്റെ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. അത് പറയുമ്പോൾ ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. ഇതിനിടെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കണക്ക് അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഓഫീസ് വാർത്താക്കുറിപ്പിറക്കി. UDF കാലത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനയുടെ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. ന്യൂസ് 18 നിലമ്പൂർ. അതാണ് സാഹചര്യം. എന്തായാലും ക്ഷേമ പെൻഷൻ വിവാദം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ കണ്ട് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് കണ്ടത്. എന്തായാലും നേതാക്കൾ അത് അങ്ങനെ തന്നെ ഉന്നയിക്കപ്പെടുകയാണ്. ഈ ക്ഷേമ പെൻഷൻ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഇടതുമുന്നണിക്ക് അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അതൊരു ആയുധമാണ്. ഇവിടെയും സ്വാഭാവികമായും അത് പ്രയോഗിക്കുന്നു എന്ന ഒരു സ്വാഭാവികമായ ഇതുണ്ട്. പക്ഷേ UDF-നെ അതിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ പരിശോധിച്ചു വന്നത് ഈ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം പറയാം, അത് അവരുടെ വലിയ അജണ്ടയിൽ അത് വന്നില്ല. പകരം എല്ലാവർക്കും വിവാദങ്ങൾക്ക് പിന്നാലെ പോകുക എന്നതായിരുന്നു നേതാക്കളുടെ പ്രസ്താവനയുടെ ഒരു പൊതുമുഖം എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന, അല്ലെ ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം ബാധിക്കുന്ന വനം വന്യജീവി പ്രതിസന്ധി എങ്ങനെ ബാധിച്ചു എന്ന ചോദ്യമാണ്. അവിടെ ചില കാഴ്ചകൾ കൂടി പ്രേക്ഷകരെ കാണിക്കാനുണ്ട്. വേഗത്തിൽ അതിലേക്ക് മടങ്ങി വരാം. ചെറിയൊരിടം. എല്ലാം കഴിഞ്ഞു മാം. ഈ സ്പേസ് ഷിപ്പിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. അനുഭവിക്കൂ ഈ ലോകത്തിന് പുറത്തുള്ളൊരിടം. മാരുതി സുസുക്കി വാഗനാറിനൊപ്പം സ്പേസ് ഫോർ ലൈഫ്. എല്ലാം കഴിഞ്ഞു മാം. ഈ സ്പേസ് ഷിപ്പിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. അനുഭവിക്കൂ ഈ ലോകത്തിന് പുറത്തുള്ളൊരിടം. മാരുതി സുസുക്കി വാഗനാറിനൊപ്പം സ്പേസ് ഫോർ ലൈഫ്. നമ്മൾ മടങ്ങി വരികയാണ് നിലമ്പൂർ അംഗത്തിലേക്ക്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വനം വന്യജീവി വിഷയം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും ഉന്നയിക്കപ്പെടുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം വനം വന്യജീവി വിഷയത്തിൽ ഇത്തവണ UDF-നെ പ്രതിചേർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു, ഇടതുമുന്നണി ശ്രമിക്കുന്നു എന്നതാണ്. ഇന്നത്തെ ദിവസവും കൊണ്ടും കൊടുത്തും നേതാക്കൾ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ നേതാക്കളുടെ ഇന്നത്തെ പ്രതികരണം ഒന്ന് കേൾക്കാം. കേന്ദ്ര ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വനം. സംസ്ഥാനത്തിന് ഒരുപാട് പരിമിതികളാണ്. എന്നാൽ ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് വന്യമൃഗങ്ങൾ നാടൻ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവാസ കേന്ദ്രത്തിൽ, അതിൻ്റെ നമ്പർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആവാസ കേന്ദ്രത്തിൽ അതിന് ആഹാരം കിട്ടത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുക.
അതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ തടയുക, ഇത് രണ്ടു മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു പ്രൊജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകിയതാണ്. കൃത്യമായിട്ട് ഒരു പ്രതികരണം ഇന്നേ വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ വന്യജീവി മനുഷ്യ സംഘർഷം യഥാർത്ഥത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അത് മറച്ചു വെച്ചുകൊണ്ട് സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള ഒരു വിശകലനമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഫലപ്രദമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2-3 തവണ തുടർച്ചയായിട്ടൊരു വീട്ടിലേക്ക് പുലി വന്ന് അവിടെയുള്ള ബാക്കിയുള്ള വളർത്തു മൃഗങ്ങളെയൊക്കെ ആക്രമിച്ച് കൊന്നു കളഞ്ഞിട്ടും 3 തവണ വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നില്ല UDFന്റെ ഗവൺമെന്റ്. പരിഹാരം ഉണ്ടായി. ഇതുപോലത്തെ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. എത്ര സംഭവങ്ങളാണ് 1ഉം 2ഉം 10ഉമാണോ ദിവസവും നടക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നിയമം എന്നുണ്ടായാലും ആ നിയമത്തെ ഉപയോഗിക്കാൻ കഴിയണം. അല്ലാതെ വെറുതെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ഇതിന് പരിഹാരം ഉണ്ടാകും. ഈ ആര്യാടൻ ഷൌക്കത്തും MV ഗോവിന്ദനും പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: 3ഉം 4ഉം പ്രാവശ്യം ഒരു വീട്ടിലേക്ക് പുലി കയറി വരികയാണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ജനം അവരുടെ ജനഹിതം നിർണ്ണയിക്കുന്ന ഒരു വിഷയത്തിലേക്ക് അവർ പോകുമ്പോൾ തൊട്ട് മുന്നേ അവരെ എന്ത് ബാധിച്ചു എന്നത് അവർ തീരുമാനമെടുക്കുന്നതിൽ നിർണായകമാവും. അനുമോദ്, നിരന്തരം എന്നോണം വീടുകളിലേക്ക് ഈ വന്യജീവി ശല്യം ഉണ്ടാവുന്ന ഇടത്ത് സ്വാഭാവികമായും അതൊരു പ്രധാനപ്പെട്ട വിഷയം ആവില്ലേ? അതെ, അതല്ലേ ഇവിടുത്തെ ഒരു പൾസ്? ഒരു സംശയവുമില്ല, അത് വലിയ വിഷയം തന്നെയാണ്. നമ്മൾ ഈ മേഖലയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന എല്ലാ വീടുകളിലും രാത്രി ആന ഇറങ്ങുന്ന വഴികളാണ്. നഗരത്തിൽ നമ്മൾ താമസിക്കുന്ന ആ കെട്ടിടങ്ങളുണ്ടല്ലോ, അതിന് കുറച്ചപ്പുറത്ത് പോലും രാത്രി ആന ഇറങ്ങുന്നതാണ്. അതായത് നഗരത്തിലേക്ക് ഒരു ആന ഇറങ്ങുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ട് ഇവർ പറയുന്നത് നിയമത്തിന്റെ അല്ല, വനം വകുപ്പ് കൃത്യമായിട്ട് ഫെൻസിങ് നടത്തുന്നില്ല, കിടങ്ങ് വെക്കുന്നില്ല, മൃഗങ്ങൾ ഇറങ്ങിയെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എത്തി അതിനെ ഓടിക്കുന്നില്ല. പിന്നെ ഈ കൃഷി നശിപ്പിക്കുന്നതിന് ഈ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. വിള ഇൻഷുറൻസ് ഒന്നും ഈ ആന നശിപ്പിക്കും മുഴുവൻ കിട്ടുന്നില്ല. അപ്പോൾ നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ മലയോര മേഖലയിലെ പ്രശ്നം, വന്യജീവി ശല്യം. അത് കൃത്യമായിട്ട് ആര് പ്രതിഫലിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാവുക. അവിടെ UDFനും അതുപോലെ അൻവറിനും ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുണ്, ഈ മൂന്നാമതും ഒരു പിണറായി സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ സ്വപ്നം അത് നടക്കാതെ പോയെങ്കിൽ ഒരുപക്ഷെ അതിന് മുഖ്യ കാരണമാവുക വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് അത്രമേൽ വലിയ പ്രതിസന്ധിയായിട്ടുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ചില കാര്യങ്ങൾക്ക് വനം വകുപ്പ് കുറ്റക്കാരല്ല, അതൊരു സ്വാഭാവിക നടപടിയാണ്. പക്ഷേ ഇപ്പോൾ വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് വരുന്നു എന്ന ഒരു പുതിയ കാല പ്രതിഭാസം കൂടുതലായി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഏറെക്കുറെ പ്രതിരോധിക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും വനം മന്ത്രി പലപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഏറ്റവും ഇവിടെ വഴിക്കടവിൽ അനന്തു എന്ന വിദ്യാർത്ഥികളുടെ സംഭവത്തിൽ പോലും വനം മന്ത്രിയുടെ പ്രസ്താവന എന്തുകൊണ്ടോ ആ സംഭവത്തിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് ആളുകൾ അതിലേക്ക് പോകാത്തതാണ്. കാരണം അവിടെ ഒരു മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് സമാനമായ ഒരു നരഹത്യയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ആ വിഷയത്തിലേക്ക് പോകാത്തത്. അല്ലെങ്കിൽ സ്വാഭാവികമായും ആ മന്ത്രിയുടെ പ്രസ്താവന മാത്രം മതിയായിരുന്നു ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ, കൂടാലോചന രീതിയിലുള്ള വിവാദങ്ങളൊക്കെ. ഇതിലും പല വിഷയങ്ങൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ പരിമിതിയാകാം, അദ്ദേഹത്തിന്റെ ഗതികേടാകാം. കാരണം പണ്ടൊന്നും ഒരു വനമന്ത്രിക്ക് നേരിടാൻ ഉണ്ടായിട്ടാത്ത സംഭവങ്ങൾ ഉണ്ടാവും. നിരന്തരം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. സർക്കാർ എങ്ങനെ പ്രതിരോധിക്കും? സർക്കാർ ചില ചോദ്യങ്ങളൊക്കെ അവർ ജനുവിൻ തോന്നാവും. പക്ഷെങ്കിൽ പോലും അനുമതി പറഞ്ഞ പോലെ ഫെൻസിംഗ് വേണം, വനം വകുപ്പ് കുറച്ചുകൂടി മാനുഷികമായി ഇടപെടണം. അതിനകത്ത് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമ്മളൊക്കെ താമസിക്കുന്ന ഈ നിലമ്പൂർ ടൗണിൽ താമസിക്കുന്ന ഹോട്ടലിന്റെ പരിസരത്ത് ജനല് തുറന്നിട്ടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാരണം കുരങ്ങന്മാർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഒരു നഗരം പറഞ്ഞ കാര്യം പറയാം, ആട് പോകും പോലെയാണ് ആന പോണത്, പൂച്ച പോണ പോലെയാണ് പുലി പോണത്. കുട്ടിക്ക് മാത്രം പറയാൻ പറ്റില്ല. അത് വളരെ ആളുകളെ സംബന്ധിച്ച് അത് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അവർ ഉള്ളിലേക്ക് എത്തുകയാണ്. ഒരു നാട്ടിൽ ആട് പോകുന്ന പോലെയാണ് ഇവിടെ ആനകൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പൂച്ചകളെ പോലെ പുലികൾ പോകുന്നത് പറയുമ്പോൾ അത്രയും കൃത്യമായിട്ട് ഇതിനെ ഉദാഹരിക്കുന്ന മറ്റാർക്കും കഴിയില്ല. ഇതിനിടയിൽ പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി ഇന്നൊരു സംഭവം ഉണ്ടായത് നിലമ്പൂരെ രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഈ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന തന്നെ ഒരിടത്ത് കരട് ഇറങ്ങിയതായ വാർത്ത വന്നു. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് വിഷയമാണ്. മുമ്പ് ഒരു പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് ഒരു യുവാവ് മരിച്ചതും വലിയ വിഷയമായി നമ്മൾ കണ്ടതാണ്. അരുൺ, ഇത് എവിടെയായിരുന്നു ഇന്ന്? അരുണല്ലേ അതിന് പോയത്? ആ കരടി വന്ന സ്ഥലം ഏതാ? പാറക്കൽ എന്ന സ്ഥലമാണത്.
പൂക്കോട്ടുംപാടം പാറക്കൽ, അതായത് അമരമ്പലം പഞ്ചായത്തിലാണ്. ശരിക്കും ഞാൻ ആ വാർത്ത കണ്ടിട്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും തിരുവനന്തപുരത്തും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുലി ഇറങ്ങി, സൈദിനറിയാം, കടുവ ഇറങ്ങി എന്നൊക്കെ, കടുവ വളരെ കുറവാണ്, പുലി ഇറങ്ങി എന്നൊക്കെ പല സ്ഥലങ്ങളിലും ഈ നമ്മുടെ നെയ്യാർ ഡാമിൽ പരിസരത്തൊക്കെ നമ്മൾ നല്ലവണ്ണം റിപ്പോർട്ട് ചെയ്യാം. പിന്നീട് അത് കാട്ടുപൂച്ചയാണെന്നൊക്കെ പറഞ്ഞു പോകാം. നമ്മൾ അങ്ങനെ ഒരു മനസ്സിലാണ് പോയത്. കരടി ആയിരിക്കില്ല, ആർക്കും പേടിയില്ല, നല്ല വലിയ ഭയമാണ് ആളുകൾക്ക്. അങ്ങനെയാണെന്ന് ചോദിച്ചത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അത് കരടി തന്നെയാണ്. അതിന്റെ കാൽപാദങ്ങൾ നമുക്ക് ആളുകൾ പറഞ്ഞു അത് കണ്ടിട്ടുണ്ട്. അത് അമ്പലക്കരടി എന്നാണ് പറയുന്നത്. അത് 3 മാസം മുമ്പ് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായതാണ്. പൂക്കോട്ടുപാടത്ത് അവിടെ ഒരു അമ്പലത്തിൽ ഈ വിളക്കിലൊഴിക്കുന്ന എണ്ണയൊക്കെ സ്ഥിരമായിട്ട് കരടി വന്ന് കുടിക്കുക, അതേപോലെ വഴിപാടായിട്ട് നെയ്യ് വന്ന് എടുക്കുക. അപ്പോൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടാണ് ഈ കരടി നിന്നിരുന്നത്. ഒരു ദിവസം രാത്രി വനംവകുപ്പ് കൂട്ടില് ഈ കരടി പെട്ടത് ആ സമയം തന്നെ വനംവകുപ്പ് രാത്രി 2 മണിക്ക് അതിനെ കൊണ്ടുപോയി. അതായത് ആളുകൾ എണീക്കുന്നതിന് മുമ്പ് കരടിയെ കൊണ്ടുപോയി കാട്ടിലാക്കി, നെടുങ്കയത്താക്കി. അതായത് അതേ കരടി തന്നെ. കാരണം അതിനുശേഷം 2-3 കരടി അവർ കണ്ടിരുന്നു. ആ കരടി ഒന്നും ഇതുപോലെ ഒരു അമ്പലത്തിൽ കയറി എണ്ണയും നെയ്യും ഒന്നും കുടിച്ചില്ല. ഇത് പക്ഷെ കൃത്യമായിട്ട് അത് ഒരു കുടുംബക്ഷേത്രമാണ്. അതിന്റെ ചുറ്റും വീടുകളാണ്. ഇത് ഒരു പക്ഷേ ഇതിനപ്പുറത്ത് കാടുണ്ട്, വനമേഖലയാണ്, ചുറ്റും വീടുകൾ, വളരെ കുട്ടികളുണ്ട്, റോഡ് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഇത് കൃത്യമായി കരടി തന്നെയാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു. ഡോറ് ചവിട്ടി തുറന്ന് കരടി അകത്ത് കയറി. എന്തായാലും ആ സസ്പെൻസ് കളയുന്നില്ല. എന്താണ് ഈ അമരമ്പലത്ത് ഭീതി വിതച്ച ആ കരടി ഭീഷണി? നമുക്ക് കാണാം ആ റിപ്പോർട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകണമെന്ന് പലരും പറയുന്നത് ഇവിടുത്തെ വന്യജീവി സംഘർഷമാണ്. വനമേഖലയാണ്. വനമേഖല എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് പിന്നിൽ കാണുന്നൊരു വനമേഖലയെന്ന് തോന്നാം. റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു 5-10 മീറ്ററുകൾ മാറിയാൽ ചുറ്റും വീടുകളാണ്. വനമേഖലയും വീടുകളും ജനവാസ മേഖലകളും അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അതിർത്തി ഇല്ലാത്ത സ്ഥലമാണ് ഈ പൂക്കോട്ടുപാടം ഉൾപ്പെടെയുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഒരു കരടി ഇറങ്ങിയതായി നാട്ടുകാർ സംശയിക്കുന്നത്. വെറും സംശയമല്ല, അവർക്ക് അതിനുള്ള കാരണങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ഇവിടെ ഈ പൂക്കോട്ടുപാടം പൊട്ടിക്കലിലെ ഒരു കുടുംബക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. കോളനി റോഡിലെ കുടുംബക്ഷേത്രം. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഈ കോളനി റോഡിലെ ക്ഷേത്രത്തിനുള്ളിലാണ് കരടിയെ കണ്ടതായുള്ള വിവരമുള്ളത്. ആളുകൾ ആരോപിക്കുന്നത് ഇവിടെ ഈ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ ഗണപതിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒക്കെ പ്രതിഷ്ഠയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിനുള്ളിൽ നമുക്കൊരു പക്ഷേ ഇവരുടെ ഒരു ആരോപണം ആശങ്ക മാത്രമല്ല, അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാം. ഈ ചുമരിലേക്കുള്ള പാടുകൾ, പ്രതിഷ്ഠയും മറ്റേ വിളക്കും ഒക്കെ ചവിട്ടി ഇട്ടിരിക്കുന്ന പാടുകൾ നമുക്ക് കാണാം. ഈ പൂട്ട് തകർത്താണ് കരടി ഉള്ളിൽ കയറിയതെന്ന് കൂടി ഇവിടെ നാട്ടുകാർ പറയുന്നു. വാതിൽ നമ്മൾ ചവിട്ടണ മാതിരി എന്താ ഒരു വാതിൽ ചവിട്ടി തുറക്കണ കരുതി കുറച്ചു നേരം നിന്നു. പിന്നെ ലൈറ്റ് അടിച്ചു, പിന്നെ ശബ്ദം കേട്ടു. രാവിലെ 6:30 ഞാൻ വിളക്ക് വെക്കാൻ വന്ന് ഇവിടെ ഉമ്മർത്ത് വന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് കയറിന് വഴി ഞാൻ അടച്ചിട്ടുണ്ട്, അത് തുറന്നില്ല. അപ്പോൾ ഇവിടെ നട തുറന്ന് വെച്ച് കണ്ടു. അപ്പോൾ വിചാരിച്ചു ഇന്നലെ നട അടയ്ക്കാതെ പോയതാണ്. അതിൽ ഞാൻ ഇവിടെ മുറ്റത്തിൻ്റെ നടുക്കേക്ക് വന്നപ്പോൾ നട തുറന്നിട്ടൊക്കെ ആകെ തകർത്ത. ഇതിവിടെ കണ്ടില്ലേ, ഇത് മറക്കാൻ ശ്രമിച്ചു. അത് ഇവിടെ കരടിയുടെ മാന്ത്യപാട്, നഖത്തിന്റെ പാടാണ്. ഫോറസ്റ്റുകാർ വന്നിട്ട് അത് കൺഫേം ചെയ്തു. ഫോറസ്റ്റ് കൺഫേം ചെയ്തു. പേടിയുണ്ടോ കരടിയൊക്കെ വന്നതല്ലേ? ഉണ്ടല്ലേ. ഭയത്തിലാണ് അവർ. എന്ത് ചെയ്യണം, എങ്ങനെ പുറത്തിറങ്ങണം? കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്. അവരെങ്ങനെ പുറത്തിറങ്ങി ജീവിക്കുമെന്ന ചോദ്യമാണ്. ഇതും ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ പരസ്പരം പഴിചാരുന്നു. പക്ഷേ ജനങ്ങൾ ഭീതിയിലാണ്. ഇത്തരം വിഷയങ്ങൾ കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോകേണ്ടതാണെന്ന് കരുതുന്നു. അതാണ് കരടി ഭീഷണി ഒരു നാടിനെ എത്ര ഭയത്താലാക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ഇതിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നത് ഒരുപക്ഷെ ഞങ്ങൾക്ക് പിന്നിലുള്ള ഈ ഒരു ദൃശ്യം ലേഔട്ട് അത് വ്യക്തമാക്കും. ഒരു വാളില് കൃത്യമായി നമ്മുടെ നിലമ്പൂർ, അതിൽ പുലിയുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്, ഒപ്പം കുരങ്ങന്മാര്, കാട്ടുപോത്ത്, അങ്ങനെ നിലമ്പൂർ എന്താണ് എന്നത് പറഞ്ഞു തരും. യാദൃശ്യമായി ഞങ്ങളിവിടെ എത്തിയതാണ്. അപ്പൊ കണ്ട കാഴ്ചയാണ്. ഒരു മനുഷ്യർ കുറവാണ് സ്ഥലത്ത്. ശരിക്കും ആ ഒരു ചിത്രീകരണം പോലും മനുഷ്യർ 2-3 മുഖം മാത്രമേ ഉള്ളൂ. അതെ, വനവാസികളാണ്. ബാക്കി അത് കാട് തന്നെയാണ് നിലമ്പൂർ എന്ന് വളരെ കൃത്യമായി ചിത്രീകരിക്കുന്നുണ്ട് ഈ ഒരു. നമ്മള് വയനാടിന്റെ കാര്യം പറയുന്നത് പോലെ ഒരുപക്ഷെ മലപ്പുറത്ത് നിന്നും അല്ലെങ്കിൽ കേരളത്തെ മറ്റേത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇല്ലാത്ത പ്രത്യേകതകൾ വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന ഇടം നിലമ്പൂരാണ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ആ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരുന്നോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. നമുക്കിനിയാണ് സസ്പെൻസിലേക്ക് പോകുന്നത്. നാളത്തെ ദിവസം കൊട്ടിക്കലാശത്തിന്റെ ദിവസമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞു വച്ചിരുന്ന, ഇതുവരെ കണ്ട ട്രെൻഡുകളൊക്കെ എവിടെ ചെന്ന് അവസാനിച്ചു എന്നതാണ്. ഇന്ന് രാവിലെ സംഭവിച്ചത് റോഡ് ഷോ ആയിരുന്നു സംഭവിച്ചത്, അല്ലേ?
ഇടത് മുന്നണിയുടെ ഇടത് യുവജന സംഘടനകൾ LDYFന്റെ ഒരു റോഡ് ഷോ വഴിക്കടവിൽ തുടങ്ങി നിലമ്പൂർ സമാപിച്ചു. അത് സ്വരാജ് കുറച്ചു ദൂരം വഴിക്കടവിന്റെ ഇടക്കര വരെ സ്ഥാനാർത്ഥി സ്വരാജ് അതിലുണ്ടായിരുന്നു. DYFയുടെയും AYFന്റെയും മറ്റ് യുവജന സംഘടന എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. വലിയൊരു ആവേശം ഇന്നലത്തെ പ്രിയങ്കയുടെ റോഡ് ഷോയ്ക്കും അതുപോലെ യൂസഫ് പത്താന്റെ റോഡ് ഷോയ്ക്കൊക്കെ മറുപടിയായിരുന്നു ഇടതു മുന്നണിയുടെ. വൈകിട്ട് UDYFന്റെ ഇടത് യുവജന സംഘടന വന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും വലത് യുവജന സംഘടന മാറി നിൽക്കാൻ പറ്റില്ല. അവരുടെ റോഡ് ഷോയും ഇത് വൈകിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ അവർ നടക്കുന്നുണ്ട്. നാളെ ഇനി റോഡ് ഷോകളുടെ ബഹളമാണ്. അതിലേക്ക് സൈతం എത്തുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ നമ്മൾ പറഞ്ഞു വന്നിടത്ത് ഒരു കാര്യം കൂടി അനുമോദ്, ലീഗിന്റെ സംഘടനാ സംവിധാനം UDFന് എത്ര കണ്ട് ഗുണപ്പെടുന്നു എന്ന ചോദ്യവും സംശയവുമുണ്ട്. ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബോധപൂർവമായി സാദിഖ് അലി തങ്ങൾ എല്ലായിടത്തും ഓടി ഇന്നത്തെ ദിവസം പോയിട്ടുണ്ട്. ലീഗ് ഞങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമില്ല എന്ന് വരുത്താനായിരുന്നു ശ്രമിച്ചത്. തീർച്ചയായും ലീഗിനെ സംബന്ധിച്ച് സാദിഖ് അലി തങ്ങൾ എവിടെയെന്ന ചോദ്യം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഉംറയ്ക്ക് പോയ സാഹചര്യത്തിലായിരുന്നു കൺവെൻഷനൊക്കെ. തുടർന്ന് ഇന്നിപ്പോൾ അദ്ദേഹം എല്ലാ പഞ്ചായത്തിനും ഓരോ കുടുംബയോഗങ്ങളും പൊതുയോഗങ്ങളും വിളിച്ചിട്ടാണ് എത്തുന്നത്. അതായത് ലീഗിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉള്ളത്, സംശയമില്ലാതെ പറയാൻ പറ്റും. അത്രമാത്രം ലീഗിന്റെ നേതാക്കളുടെ തമ്പടിക്കുന്നുണ്ട്. സാദിഖ് അലി തങ്ങളൊന്നും സാധാരണ ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ കാണുന്നതാണ്. എവിടെയും അങ്ങനെ തമ്പടിച്ച് നിന്ന് ക്യാമ്പയിൻ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സാദിഖ് അലി തങ്ങൾക്ക് പുറമെ അബ്ബാസ് അലി തങ്ങളും ഉണ്ട്. അതുപോലെ ഈ പാണക്കാട് നിന്നുള്ള ഓരോ നേതാക്കന്മാരും ഇവിടെ എത്തി കൃത്യമായി എല്ലായിടത്തും എത്തുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗങ്ങൾ സ്വാഭാവികമായിട്ട് ഏറ്റവും ആളുകൾക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒന്നാണ്. അപ്പോൾ ലീഗിന്റെ സംഘടനാ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ടായി വരുമോ എന്നുള്ളത് കൂടി അത് കണ്ടറിയണം. എന്തായാലും ഇന്നത്തെ പകൽ ദിനം ആവേശക്കാഴ്ചയായിരുന്നു. ഒരുപക്ഷെ കൊട്ടിക്കലാശത്തിന്റെ തലേന്ന് തന്നെ അതിന് സമാനമായ കാഴ്ച ഇന്ന് ഒരുങ്ങി എന്നതാണ് പ്രത്യേകത. ഇന്ന് 3 മുന്നണികൾ, 2 മുന്നണികളും BJPയും ഒപ്പം അൻവർ ക്യാമ്പും ഇന്നത്തെ ദിവസം എങ്ങനെ അവർ ആഘോഷമാക്കിയെന്ന ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ജനവിരുദ്ധമായ സർക്കാർ ഈ നാട്ടിൽ പറഞ്ഞവരാണ് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർ. നമുക്കറിയാം കേരളത്തെ വീണ്ടെടുക്കും. അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രിയപ്പെട്ട നേതാക്കളെ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസം, അവരുടെ റാലി മുന്നോട്ട് പോവുകയാണ്. റെഡിയാക്കണം. അവസാന ദിവസങ്ങളിലേക്ക് പരസ്യപ്രവർത്തനത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്നത് വലിയ യെസ്, അതാണ് നമ്മൾ കണ്ട കാഴ്ച. എന്തായാലും ഈ ഇന്നത്തെ ആവേശ കാഴ്ചകൾ നാളെ ഇന്ന് നടക്കുന്നത്. അനുമോദ്, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് അറിയിക്കേണ്ട ഒരു കാര്യം, നാളത്തെ കൊട്ടിക്കലാശം കേരളത്തിന്റെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് നടക്കുന്ന പതിവ് കാഴ്ച തന്നെയായിരിക്കുമോ നിലമ്പൂര്? എന്താണ് തയ്യാറെടുപ്പ്? നാളത്തെ കൊട്ടിക്കലാശം ഈ നമ്മൾ കാണാൻ പോകുന്നതിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഗംഭീരമായിരിക്കും. ഈ ഏറ്റവും ശ്രദ്ധേയമാവുക അൻവറിന്റെ കൊട്ടിക്കലാശമായിരിക്കും. അൻവറിൻ്റെത് ചന്തക്കുന്നിലാണ് അവർക്ക് അനുവദിച്ചിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാം തന്നെ നിലമ്പൂർ ടൗണിലാണ്. നമ്മൾ നിൽക്കുന്ന ചെട്ടിയങ്ങാടിയിലാണ് NDAയുടെയും അതേപോലെ CPMന്റെയും LDFന്റെയും UDFന്റെയും മൂന്നും ഒരിക്കലും പരസ്പരം പ്രവർത്തകർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവരുത് എന്ന രീതിയിൽ കൃത്യമായിട്ട് അകലം വെച്ച് ഈ കൊട്ടിക്കലാശം നടത്താനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. പക്ഷേ നാളെ ഇതിനു പുറമെ എടക്കരയിലും വഴിക്കടവിലും കൊട്ടിക്കലാശം ഉണ്ടാകും. അതിനും പോലീസിന് നിർദ്ദേശം കൃത്യമായി പോയിട്ടുണ്ട്. അതായത് മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും പലയിടങ്ങളിലായിട്ട് കൊട്ടിക്കലാശം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഏറ്റവും അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രചാരണം ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമാണെന്നും അവരുടെ ആശയങ്ങൾ കൃത്യമായി ജനങ്ങൾ എത്തിയിട്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ മുന്നണികളും അൻവറും ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളെ വൈകുന്നേരം നിലമ്പൂർ നഗരം കിടുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യെസ്, എന്തായാലും പ്രേക്ഷകർ ഞങ്ങളൊരു പ്രവചനത്തിന് ഒരുങ്ങുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇതുവരെ കണ്ട ഈ മണ്ഡലത്തിന്റെ പൾസ് എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. അതിനോട് നമ്മള് ഈ തിരുവനന്തപുരത്തു നിന്നും മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പലരായി വിളിച്ചു ചോദിക്കുന്നത് എന്താണ് മണ്ഡലത്തിന്റെ പൾസ്, ആര് ജയിക്കും ആര് തോക്കും എന്ന ചോദ്യമുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത്തരം ഒരു പൾസ് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്തവണ നിങ്ങൾ രണ്ടുപേരും ഓടി മറിഞ്ഞു കളിക്കാതെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞേ പറ്റൂ. ആർക്കായിരിക്കും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? സ്ഥലത്ത് വലിയ 2 കാരണം. ഈ മണ്ഡലം എന്ന് പറയുന്ന അടിയുറച്ച UDF മണ്ഡലമാണ്. PV അൻവർ ജയിച്ചതും അതിനു മുമ്പ് കുഞ്ഞാലി ജയിച്ചതൊക്കെ നമുക്ക് മറക്കാം. പക്ഷേ അടിയുറച്ച UDF മണ്ഡലമാണ്.
UDF വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടാൽ കൃത്യമായി പറയാം, ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് തോക്കണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നുകിൽ കോൺഗ്രസിലെ വരാൻ പോകുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ മാറ്റമോ അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമങ്ങളുടെ ഭാഗമായോ കോൺഗ്രസ് തന്നെ ഇവിടെ പാലം വരിക്കണം. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ നേരത്തെ സ്ഥാനത്ത് വരേണ്ടതായിരുന്നു. ഒന്നുകിൽ കോൺഗ്രസ് പാലം വരിക്കണം, അല്ലെങ്കിൽ ലീഗ് നിശബ്ദമാകണം, അല്ലെങ്കിൽ ലീഗ് പൂർണ്ണമായി അൻവറിലേക്ക് പോകണം. ഈ 2 കോൺഗ്രസോ മുസ്ലിം ലീഗോ പാലം വരിക്കാതെ ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് തോക്കില്ല. അത് അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട്. CPM ജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അത്ഭുതമാണ്, വലിയ നേട്ടമാണ്. കാരണം അവിടെ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി വളരെ കൃത്യമായി സ്ഥാനാർത്ഥിക്കുള്ള വോട്ടായി അത് മാറും. രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം മറ്റൊന്ന് UDFിലെ എതിരായുള്ള UDFിലെ പ്രശ്നങ്ങൾ പടലപ്പിണക്കിന് അതിനുള്ള അതൃപ്തിയുടെ വോട്ടായി കൂടി മാറും. എങ്കിൽ മാത്രം സ്വരാജ് ജയിക്കും. ഏറ്റവും അധികം സാധ്യത ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ തന്നെയാണ്. മറിച്ച് സംഭവിച്ചത് വലിയ അത്ഭുതമാണ്. അത് പിണറായി വിജയനും സ്വരാജിനും ഒക്കെ വലിയ രാഷ്ട്രീയ നേട്ടമായി മാറുകയും. അനുമോദിന്റെ അഭിപ്രായം കേൾക്കാൻ പ്രേക്ഷകരും ന്യൂസ് 8ന്റെ എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം അനുമോദിന് ഏറ്റവും പൾസ് അറിയാവുന്ന ആളാണ് ഇവിടുത്തെ ഈ പൾസ്. അരുൺ പറഞ്ഞ അഭിപ്രായത്തോട് അനുമോദി യോജിക്കും? അതിനോട് അകർത്തിൽ യോജിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ അപ്പുറം മലയോര മേഖലയിലെ വിഷയം ഇവിടെ നന്നായി പ്രതിഫലിക്കും. അത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രൗണ്ടിൽ എന്നുള്ളതൊരു വസ്തുതയാണ്. അത് പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് ഞാൻ കാണുന്നത്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ചയാകുമ്പോൾ സർക്കാർ വിരുദ്ധ വോട്ടായിട്ട് അത് മാറും. രണ്ടാമതായിട്ട് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ അൻവർ 20,000-ന് മുകളിൽ വോട്ട് പിടിക്കുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ LDFന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വോട്ടുകൾ അൻവർ കൃത്യമായിട്ടത് അൻവറിന്റെ പെട്ടിയിൽ വീഴും. അവിടെ കുറേ അൻവറിന്റെ LDFന്റെ വോട്ടുകളാണ് UDFന്റെ വോട്ടുകളെക്കാൾ ഒരുപക്ഷെ. അതിനു പുറമെ എല്ലാ തവണയും അൻവർ നേടുന്ന വോട്ടുകൾ UDFന് കിട്ടാത്ത വോട്ടുകളാണ്. അൻവറിന് UDFന് കിട്ടാത്ത വോട്ടുകളും അതിനു പുറമെ LDFന്റെ ഭാഗമായിട്ടുള്ള വോട്ടുകളും കൂടി അൻവർ നേടുമ്പോൾ UDFന് വലിയ കോട്ടം വരില്ല എന്നാണ് UDF കണക്കാക്കുന്നത്. അത് രണ്ടാമത്തെ ഒരു കാരണം. മൂന്നാമതായിട്ട് UDFന്റെ സംഘടനാ സംവിധാനങ്ങൾ, ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇതുപോലെ പ്രതിഫലിക്കുകയാണെങ്കിൽ UDFന് ഇവിടെ നല്ലൊരു മാർജിനിൽ വിജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഈ 3 കാരണങ്ങൾ അത് വെച്ച് ഞാൻ UDF വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് പക്ഷേ നിങ്ങൾ രണ്ടുപേരിലേക്കാൾ വ്യത്യസ്തമായ ചില നിരീക്ഷണവും അഭിപ്രായമുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാനിന്ന് ചെറിയ ക്യാമ്പുകൾക്കുമായി സംസാരിക്കുമ്പോൾ പൊതുവിൽ പങ്കുവയ്ക്കുന്ന ഒരു അഭിപ്രായം, ഒന്ന് അവർ പങ്കുവെച്ച ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, അൻവറും UDFന്റേയും മുസ്ലിം കാൻഡിഡേറ്റ്. സ്വാഭാവികമായി നമ്മൾ പറയുന്ന പൊതുരാഷ്ട്രീയത്തിനപ്പുറം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് എന്ന വികാരം സ്വാഭാവികമായി ഇവിടെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ അവർക്കിടയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ആ സ്പ്ലിറ്റിനിടയിൽ തള്ളിക്കയറി വരാൻ സാധ്യത സ്വരാജ് എന്ന സാധ്യത പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് നമ്മൾ ഈ നഗരത്തിൽ കാണുന്ന ചിത്രമല്ല. ഇതിന്റെ പ്രാദേശിക മേഖലയിൽ അൻവർ UDF വോട്ടുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ വോട്ടുകളൊന്നും പർച്ചേസ് ചെയ്യപ്പെടുക എളുപ്പമല്ല. സ്വാഭാവികമായിട്ട് അൻവർ പിടിക്കുന്ന വോട്ടുകൾ നല്ലൊരു ശതമാനം ഇടതുപക്ഷ വോട്ടുകളിലും ചോർച്ച ഉണ്ടാക്കുമെന്നതാണ്. ഈ കണക്കെടുപ്പിൽ സ്വരാജ് ഒരു കറുത്ത കുതിരയാകുമോ എന്ന സംശയം ഞാൻ ശക്തമായി പങ്കുവയ്ക്കുന്നുണ്ട്. ആ സാധ്യത തള്ളിക്കളയുന്നില്ല. അരുൺ യോജിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞു, ആ വോട്ട് പോകേണ്ടത് UDFിൽ നിന്നാണ്, ലീഗിൽ നിന്നാണ്, സംസ്ഥയിൽ നിന്നാണ്. ആ വോട്ടുകൾ പോയാൽ ഒരു പക്ഷേ ഈ കറുത്ത കുതിരയല്ല, ഇടതുമുന്നണിയുടെ ട്രോജൻ കുതിരയായി മാറും. അത് ഇടതുമുന്നണി പറയുമ്പോൾ പിണറായി വിജയന്റെ സർവ്വ സൈന്യാധിപനായി സ്വരാജ് മാറാൻ അത്ഭുതപ്പെടാനില്ല. കാരണം പിണറായി വിജയൻ എല്ലാ യോഗങ്ങളിലും പറയുന്നു, ഏത് സ്ഥാനത്തിനും സർവ്വതാ യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ പറ്റി ഞാൻ കേട്ടിട്ടില്ല പിണറായി വിജയൻ ഈ രീതിയിൽ പുകഴ്ത്തി പറയുന്നത്. ഞങ്ങൾ കാത്തിരിക്കുന്നു സ്വരാജിനെ നിയമസഭയിൽ, നിങ്ങൾ അവിടേക്ക് അദ്ദേഹത്തെ അയക്കണമെന്ന് പിണറായി എല്ലാ യോഗങ്ങളിലും, അത് ആദ്യം കൺവെൻഷനിൽ, പിന്നീട് 7 യോഗം അദ്ദേഹം പറയുന്നു. സ്വരാജിനെ പിണറായി കാത്തിരിക്കുന്നു. നിയമസഭയിൽ മാത്രമാകും, ഒരു പക്ഷേ മന്ത്രിസഭയിലേക്കുമാകും. അങ്ങനെയെങ്കിൽ ആ ഒരു സാധ്യത കൂടി സ്വരാജ് തുറന്നിടും. അത് വെറുതെ പിണറായി പറയില്ല. എന്തുകൊണ്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാം. അനുമോദ്, അതൊരു ഘടകമാണ്. കാരണം മന്ത്രിയാകാൻ നിങ്ങൾ വിജയിപ്പിക്കൂ, ഇയാൾ മന്ത്രിയാകും എന്നൊരു സന്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഇവിടുത്തെ സാധാരണക്കാരെ സ്വാധീനിക്കുമോ? ഒരു ചെറിയ ശതമാനമെങ്കിലും സ്വാധീനിക്കാം, ചർച്ച ചെയ്യപ്പെടാം. പക്ഷെ അത് കൂടുതലായിട്ട് സ്വാധീനിക്കുമെന്ന് പറയാനാകില്ല. ഞാനിപ്പോഴും കരുതുന്നത് സ്വരാജിന്റെ സ്വീകാര്യത അത് ഒരു ലെയറിന് മുകളിൽ മാത്രമാണ് ഇപ്പോഴും കൂടുതലായിട്ടുള്ളത്. എത്രമാത്രം താഴെ തട്ടിലേക്ക് സ്വരാജിന്റെ സ്വാധീനം എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വോട്ടിങ്ങിൽ മാത്രമേ പ്രതിഫലിക്കുകയുള്ളൂ. സ്വരാജ് സ്വീകാര്യനാണ്. പക്ഷേ താഴെ തട്ടിലേക്ക് എത്രമാത്രം സ്വരാജിന് ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈനിലും മറ്റിടങ്ങളിലും കിട്ടുന്ന സ്വീകാര്യത എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. കാരണം നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അതിൽ സ്വരാജിന്റെ വ്യക്തിത്വവും ഇവിടെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. ഇന്ന് KK രമ UDFന്റെ ഓഫീസിൽ എത്തി നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പങ്കുവെച്ച ഒരു വികാരം, ഇവിടെ CPM അതിശക്തമായ വർഗീയത പറയുന്നു വേണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നു ബോധപൂർവമായി CPM അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയമാണ്. ആ സാധ്യതയിൽ ഉയർന്നു വരുന്ന ഒരു സാധ്യത പങ്കുവെക്കാം.
ഒന്ന് അത് BJPയുടെ സാന്നിധ്യമാണ്. ഞാൻ പറയാം, BJPയുടെ സ്ഥാനാർത്ഥി ഒരു നാമമാത്രമായ സ്ഥാനാർത്ഥി എന്നത് നമുക്കറിയാം. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം നമ്മൾ കണ്ടതുമാണ്. അങ്ങനെയെങ്കിൽ ഒരു ഹിന്ദു മുഖമുള്ള ഹിന്ദു നാമധാരിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് BJPയുടെ ചില വോട്ടുകളെങ്കിലും ലഭിക്കും എന്ന ഒരു വൈഡ് തിങ്കിങ് ഇടതുമുന്നണി നടത്തിയിട്ടുണ്ടോ? സ്വാഭാവികമായും ഇന്ന് MP ഗോവിന്ദന്റെ പരാമർശം നമ്മൾ ചോദിച്ചു. ഞാനാണ് ചോദിച്ചത്. അതെ, BJP വോട്ടുകളുണ്ടല്ലോ, BJPയുടെ വോട്ടുകൾ അവർ വർക്ക് ചെയ്യുന്നില്ല, ആ വോട്ടുകൾ എവിടെ പോകുമെന്ന് ചോദിച്ചു. അപ്പൊ MP ഗോവിന്ദൻ എവിടേക്കാ പൊക്കോട്ടെ BJPയുടെ വോട്ടുകൾ, ഞങ്ങൾക്ക് BJPയുടെ വോട്ട് വേണ്ട. ഞാൻ തീരുമാനിച്ച് പറയാണ്, BJPയുടെ വോട്ട് വേണ്ട, പക്ഷെ വിശ്വാസികളുടെ വോട്ട് വേണം. അതായത് MP ഗോവിന്ദൻ കൃത്യം പറയുന്നു, ഞങ്ങൾക്ക് BJP ഹാർഡ് കോർ BJP വോട്ട് വേണ്ട, പക്ഷേ BJP പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ ശ്രമിക്കുന്ന, പൂർണ്ണമായും BJP ഒരു ഹൈന്ദവ പാർട്ടി ഞാൻ പറയുന്നില്ല, ആരും പറയുന്നില്ല, ഹൈന്ദവ മുഖമുള്ള പാർട്ടിയാണ്. ആ ഹൈന്ദവ മുഖത്തിലെ വിശ്വാസികളുടെ വർഗീയവാദികളല്ലാത്തവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞത്. ഹിന്ദു നാമധാരിയായ M സ്വരാജിന് ഹിന്ദു വിശ്വാസികളുടെ വോട്ട് വന്നാൽ സ്വീകരിക്കും CPM, അത് വേണമെന്ന് തന്നെ പറയുന്നു. ആ ഒരു പ്രതീക്ഷ CPM ഉണ്ടാകാം. അനുമോദ്, അതൊരു കൃത്യമായ കാര്യമല്ലേ? ഞങ്ങൾ ആ സംശയം പങ്കുവയ്ക്കുക. കാരണം ഒരുപക്ഷെ ഇവിടുത്തെ BJPയുടെ കോർ വോട്ടുകൾ ചോർച്ച ഉണ്ടാവില്ല, പക്ഷേ BJPക്കൊപ്പം പോവേണ്ടിയിരുന്ന ചില വോട്ടുകൾ അത് സ്വരാജിലേക്ക് മറിയോ? VV പ്രകാശിന് പോയ വോട്ടുകൾ കൂടി കഴിഞ്ഞ തവണ ഒരുപക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വരാം. അതാണ് കഴിഞ്ഞ തവണ VV പ്രകാശിനെ കുറച്ച് വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത തന്നെയാണ്. കാരണം സ്ഥാനാർത്ഥിയുടെ ജാതിയും മതമൊക്കെ നോക്കി ആളുകൾ ചിന്തിച്ച് വോട്ട് ചെയ്യുമ്പോൾ അത് പ്രകാശിന് കിട്ടിയ വോട്ടുകളിൽ ഒരു ഭാഗം സമാന രീതിയിലുള്ള സമുദായത്തിലുള്ള ഒരാളായതുകൊണ്ട് കൊണ്ടും ആ ഒരു തരത്തിൽ സ്വരാജിന് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനല്ല. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം, ഒരു മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ചോരാതിരിക്കാൻ വേണ്ടി BJP ഈ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ശക്തിയായിട്ടുള്ള അവർക്ക് എൻ ബ്ലോക്കായി കിട്ടേണ്ട വോട്ടുകളിൽ എത്രമാത്രം കിട്ടുമെന്ന് ഉറപ്പാക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും BJP വോട്ടുകളിൽ അങ്ങനെ ചോർച്ച ഉണ്ടായെങ്കിൽ അത് ആർക്ക് അനുകൂലമെന്ന ചോദ്യമുണ്ട്. എന്തായാലും അരുണ്, ഈ നിലമ്പൂരിന്റെ ജനവിധി ഒരുപക്ഷെ കേരളത്തിൽ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്നത് അങ്ങനെയായിരിക്കും. പച്ചയ്ക്ക് വർഗീയത ഒരർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ജമാഅത്തെ ഇസ്ലാമിയും PDPയും എല്ലാം പറയുന്നതിന് പിന്നിൽ ഇത് ജാതി അത് മതം എന്ന കൃത്യമായതാണ്. സമസ്തയടക്കം ആ തരത്തിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതെ, പാലസ്തീനും അങ്ങനെ BJP വോട്ട് ഒരു പക്ഷത്തേക്ക് ചെരിഞ്ഞാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വലിയ തുടർ ചർച്ചകൾക്ക് ഇടവെച്ചേക്കാം. അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും. ഏത് തരത്തിലായാലും ഏത് ഭാഗത്ത് നിന്ന് വോട്ട് ചോർന്നാലും അത് തുടർ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് ഉറപ്പാണ്. കാരണം BJP വോട്ടുകൾ അല്ലെങ്കിൽ BJPക്ക് പോകേണ്ട വോട്ടുകൾ വന്ന് ആര്യാൺ ഷൗക്കത്ത് ജയിക്കുകയോ അല്ലെങ്കിൽ സ്വരാജ് ജയിക്കുകയോ ചെയ്താലും തിരിച്ച് മുസ്ലിം സമുദായത്തിലെ വോട്ടുകൾ വന്ന് ഈ ഇടതുമുന്നണി സ്ഥാനത്ത് ജയിച്ചാലും ഇത് തന്നെ സംഭവിക്കും. കാരണം എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ലീഗിന്റെ അതൃപ്തി പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ലീഗിന് VD സതീശനോടുള്ള അതൃപ്തി ഈ അവസാന നിമിഷം കൊണ്ട് അത് ചർച്ച ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം പോലും ഇത് ഈ ഒരു നിലമ്പൂർ വേണ്ടിയുള്ളതല്ല UDFന്റെ എന്ന് കൂടി ഒരു വാസ്റ്റായിട്ട് കാണേണ്ട കാര്യമാണ്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഇത് നിലമ്പൂർ അക്ഷരാർത്ഥത്തിൽ ഒരു സെമി ഫൈനലാണ്, ഒരു ഡ്രസ് റിഹേഴ്സലാണ്, ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കളമൊരുക്കൽ എന്നതിന്റെ. അനുമോദ്, നമ്മൾ അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടി പങ്കുവയ്ക്കണം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ആർക്ക് അനുകൂലമായാലും അതുണ്ടാക്കുന്ന തുടർ രാഷ്ട്രീയ ചലനങ്ങൾ അത് ഏത് തരത്തിലാവുന്നതാണ് നമ്മളൊന്ന് നിരീക്ഷിച്ച് വേഗത്തിലൊന്ന് പോകാം. അതിലൊന്ന്, ആദ്യത്തെ കാര്യം, ഷൗക്കത്ത് ജയിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഷൗക്കത്ത് നേരിയ മാർജിനിലാണ് വിജയിക്കുന്നതെങ്കിൽ അൻവറിന്റെ സമ്മർദ്ദം ഇവിടെ കൂടുതൽ UDFൽ സ്വീകരിക്കപ്പെടും. ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിലും അൻവറിന്റെ സമ്മർദ്ദം UDFന് ആവശ്യമായിട്ട് വരും. ഷൗക്കത്തിനെ തോൽപ്പിച്ചത് അൻവറാണെന്ന തരത്തിലുള്ള പ്രചാരണം വരും. ഷൗക്കത്ത് തോറ്റുകഴിഞ്ഞാൽ അത് VD സതീശനെ നേരിട്ട് ബാധിക്കും. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ തുടങ്ങും. അതിന് പിന്നാലെ ലീഗിനുള്ളിലുള്ള അതൃപ്തി പുറത്തുവരും. ലീഗും കോൺഗ്രസും തർക്കമാകും. ചുരുക്കത്തിൽ ഷൗക്കത്തിന്റെ തോൽവി ഇവിടെ UDFനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നൽകും. അത് ഏത് തരത്തിൽ ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തുമെന്ന് പറയാൻ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ UDF ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ഷൗക്കത്തിന് ഭൂരിപക്ഷം ഒരു 7000 മുകളിലേക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും അൻവറിന്റെ സമ്മർദ്ദം വലിയ തോതിൽ UDFനെ ബാധിക്കുകയില്ല. പക്ഷെ അതിനും താഴേക്കാണെങ്കിൽ അൻവറും ഇവിടെ വലിയൊരു ഫാക്ടറായിട്ട് UDFിലേക്ക് എത്തും. അരുണ്, ഷൗക്കത്ത് വിജയിച്ചാൽ PV അൻവർ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു തീരുമോ? തീർച്ചയായിട്ടും. സ്വാഭാവികമായും ഇന്നലെ മഴ കാണാൻ വന്ന ആളുകളൊന്നൊക്കെ ചോദിച്ച പോലെ അൻവർ ഒന്ന് എവിടെയെങ്കിലും മഴ കണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള ബിസിനസ്സുകളിലേക്ക് പോയിട്ട് കാരണം അദ്ദേഹത്തിനൊരു അഭയമില്ല. TMC എന്ന പാർട്ടിയെ കേരളത്തിൽ വളർത്തിയെടുത്ത് അതിന് നേതാവാനുള്ള ഒരു ബാല്യം അദ്ദേഹത്തിനുള്ള സംശയമുണ്ട്. UDFിലേക്ക് പോകാൻ കഴിയില്ല, ഇടതുമുന്നണിനെ അടുപ്പിക്കുകയില്ല. അതുകൊണ്ട് അൻവർ ഒരു അടഞ്ഞ അധ്യായമായി മാറും. നിലമ്പൂരിൽ ആര്യാൺ ഷൗക്കത്ത് വലിയ മാർജിൻ ജയിച്ചു വന്നാലെന്ന് ഒരു സംശയം.
മറിച്ച് സ്വരാജിന്റെ വിജയം അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. സ്വരാജ് വിജയിക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചലനം എങ്ങനെയായിരിക്കും? അതൊരു പക്ഷേ പ്രതിപക്ഷ നിരയിൽ ഒരു വലിയ വിള്ളലും സാഹചര്യം കൂടിയുണ്ട് അല്ലേ? സ്വരാജ് ജയിച്ചാൽ അൻവർ പറഞ്ഞു തന്നെ നടക്കാൻ പോകും. വി.ഡി. സതീശൻ കൊട്ടിയടച്ച വാതിൽ തള്ളിത്തുറന്ന് PV അൻവർ UDF-ലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കും. വി.ഡി. സതീശന്റെ സാധ്യതകൾ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും. ലീഗ് മിണ്ടാതിരിക്കില്ല. ലീഗ് പലതവണ പറഞ്ഞതാണ് അൻവറിന്റെ കൂടെ കൂട്ടണം. അത് രഹസ്യമായും പരസ്യമായും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു അൻവറിന്റെ കൂടെ കൂട്ടിയാൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞു. അത് ഇല്ലാതാക്കിയത് സതീശനാണ്. സതീശന്റെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ അത് വലിയൊരു ചോദ്യം ചെയ്യപ്പെടും. പൂർണ്ണമായിട്ട് മാറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ ഇരട്ടി ചോദ്യം ചെയ്യപ്പെടും. അൻവർ ഒരിക്കൽ കൂടി UDF-ന്റെ വാതിൽ തള്ളി തുറക്കാൻ അൻവർ പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് ഞാൻ കണ്ടപ്പോൾ 75,000 വോട്ടിലേക്കാണ് അൻവറിന്റെ പ്രതീക്ഷ അൻവർ എത്തിച്ചിട്ടുള്ളത്. ഒരു കാര്യമാണ് അനുമോദ് ഇടയ്ക്ക് ഇവിടെ പറഞ്ഞത് അൻവറിന്റെ ലക്ഷ്യം 2ാം സ്ഥാനത്തെത്തുന്നതാണ്. അങ്ങനെ ഒരു ലക്ഷ്യം അൻവർ ഇപ്പോഴും ഉണ്ട്. ആ ഒരു പ്രതീക്ഷ അൻവർ ശരിക്കും ഉണ്ടെങ്കിൽ ആരാണ് 3ാം സ്ഥാനത്തേക്ക് പോകുന്നത്? അൻവറിന്റെ കൃത്യമായ പ്ലാനാണ്. അൻവറിന്റെ ഇപ്പോഴത്തെ അൻവറിന്റെ രീതി അനുസരിച്ച് അൻവർ 40,000-ത്തിനടുത്ത് വോട്ട് നേടാനുള്ള എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ട്. 2ാം സ്ഥാനത്തേക്ക് അങ്ങനെയാണെങ്കിൽ പോകുക സ്വരാജ് ആയിരിക്കും. സ്വരാജ് 3ാം സ്ഥാനത്തേക്ക് പോകും. 3ാം സ്ഥാനത്ത് അത്ര ഒരു നിരീക്ഷണം അനുമതി. ഒരു കാര്യം കൂടി അനുമതി, ഈ സ്വരാജിന്റെ വിജയം UDF-ന്റെ പരാജയം അത് സംഭവിച്ചാൽ ഈ ലീഗ് കേന്ദ്രങ്ങൾ നടത്താൻ പോകുന്ന നീക്കം എന്താണ്? നമുക്കറിയാം ലീഗ് യോഗത്തിൽ പോലും ചില ചർച്ചകളുണ്ടായി, അവരത് പരസ്യമാക്കിയില്ല എന്ന് മാത്രം. അങ്ങനെയെങ്കിൽ ലീഗിൽ നിന്ന് എന്ത് നീക്കം പ്രതീക്ഷിക്കാം? ലീഗിനെ സംബന്ധിച്ച് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരും. കാരണം ഇനിയും ഒരു അധികാരമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനാകില്ല. ഇടതുപക്ഷത്തേക്ക് ചായുന്നതിന്റെ പരസ്യമായ അല്ല, അതിനുമപ്പുറം ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം പോലും ഒരുപക്ഷെ ലീഗ് ഉന്നയിക്കും. തീർച്ചയായും ഉന്നയിക്കും. കാരണം വി.ഡി. സതീശന്റെ ഒരു പിടിവാശിയാണ്. 2 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടി ഉണ്ടാവുമെങ്കിൽ സതീശനെതിരെ വരിക. ഒന്ന്, അൻവറിനെ ഒപ്പം കൂട്ടാത്തതിന്റെ കാര്യം. രണ്ടാമത്, വെൽഫെയർ പാർട്ടിയെ ഒപ്പം ചേർത്തപ്പോൾ അത് മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് വി.ഡി. സതീശൻ പറഞ്ഞ പ്രസ്താവന. ഈ 2 കാര്യങ്ങളായിരിക്കും UDF-ന് ഇവിടെ പരാജയമുണ്ടായാൽ, തിരിച്ചടി ഉണ്ടായാൽ വി.ഡി. സതീശനെതിരെ ഉയരാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് 2നും ലീഗിന് അവരുടേതായ അഭിപ്രായമുണ്ട്. ലീഗ് ഈ 2 വിഷയത്തിലും വി.ഡി. സതീശന് ഒപ്പമല്ല. അത് പരസ്യമായിട്ട് തന്നെ ഒരുപക്ഷെ വന്നേക്കാം. അതിന് വി.ഡി. സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരുപക്ഷെ വിട്ടുവീഴ്ച ചെയ്യാനുള്ളവരെ UDF-ൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഈ മുന്നണി മാറ്റം എന്നുള്ളതൊക്കെ വിദൂരമാണെങ്കിൽ പോലും സാധ്യതകൾ അതിനും തള്ളിക്കളയാനാകില്ല. അത് സാഹചര്യമാണ്. എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഇടതുപക്ഷം ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം UDF-ൽ തുടർചലനം ഉണ്ടാക്കുമോ എന്നതും പ്രസക്തമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ തീർച്ചയായും സ്വാധീനിച്ചിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. KK രമ ഇന്ന് പ്രതികരിക്കുന്ന വേളയിൽ അവർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ UDF-ന്റെ ഭാഗമല്ല, എന്നിരുന്നാലും ജമാഅത്തെ സഹകരണം വേണമോ എന്നത് മുന്നണി ആലോചിക്കട്ടെ എന്നത് അവരുടെ ഒരു അനിഷ്ടം ഒരു പരോക്ഷമായി സൂചിപ്പിക്കുന്ന രീതിയുണ്ട്. ഒപ്പം രമേശ് ചെന്നിത്തലയും സമാന ഒരു പ്രസ്താവന നടത്തിയതായും ചില വാർത്തകൾ വന്നു. പക്ഷേ അതിലും ഒരു സ്ഥിരീകരണമുണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം ജനവിധി UDF-ന് എതിരാണെങ്കിൽ ഇതെല്ലാം വലിയ പ്രതിസന്ധിയാവുകയും മാറും. അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെ ഉറപ്പാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് വിജയം UDF-ന്റെ ഒരു വിജയത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും വി.ഡി. സതീശൻ കൂടുതൽ കരുത്തനാകും എന്ന് മാത്രമല്ല തുടർഭരണത്തെ അവസാനിപ്പിക്കാനുള്ള UDF-ന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കൂടുതൽ ആർജവം പകരുന്ന നീക്കം കൂടിയായി ഇത് മാറും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രേക്ഷകർ ഓർമ്മിക്കുക, നാളെ കൊട്ടക്കലാശമാണ്. ഇന്നത്തെ കണ്ട കാഴ്ചകളുടെ ഇരട്ടി കാഴ്ചകളുമായി നിലമ്പൂർ ആവേശം പ്രേക്ഷകരിലേക്ക് നാളെയും എത്തും. വലിയ രാഷ്ട്രീയ കാഴ്ചകളും ആവേശ കാഴ്ചകളുമായി നാളെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ വിശദമായി തന്നെ എത്തുന്നതാണ്. നിലമ്പൂർ അംഗം ഇന്നിവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.